Second module is about algorithm pseudocode representation. Algorithm and pseudocode representation. Okay. So second module, algorithm and pseudocode representation. എന്താണ് algorithm? I have seen this algorithm in the first module. Just for definition, algorithm is a step-by-step procedure or formula for solving a problem. ഒരു പ്രോബ്ലം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്ന അപ്രോച്ച് ആണ് നമ്മുടെ അൽഗോരിതം എന്ന് പറയുന്നത്. സോ വെൽ ഡിഫൈൻഡ് സ്ട്രക്ചേർഡ് different parts of the program or problem solving ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസിൽ വരുന്നതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. എനിവേ നമ്മൾ പഠിച്ചിട്ടാണ്. ഇറ്റ് യൂസസ് നാച്ചുറൽ ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ അൽഗോരിതം എഴുതുക. There need not be any technical terms or language specific terms in the algorithm. So we will use natural language to describe the sequence of actions required to achieve a specific goal. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള റുട്ടീൻ ഒരു ചാർട്ട് ചെയ്ത് ഒരു ലിസ്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്താണോ സംസാരിക്കുന്നത്, ഡു ദിസ് ഫസ്റ്റ്, ദെൻ ഡു ദിസ്, ദെൻ ഡു ദിസ്, ആ രീതിയിൽ വർക്കിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് നമ്മളുടെ അൽഗോരിതം എന്ന് പറയുന്നത്. എന്താണ് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം? ക്ലിയർ ആൻഡ് പ്രിസൈസ് സ്റ്റെപ്സ്. ഓക്കെ, സോ അൽഗോരിതമായിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ആ സ്റ്റെപ്സ് 1 to n സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പും എന്താണ് ഓരോ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയിരിക്കും. ഇറ്റ് ഷുഡ് നോട്ട് ബി ആൻ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ്. നമ്മൾ എഴുതുന്ന അൽഗോരിതം എന്ന് പറയുന്നത് വലിയൊരു പാരഗ്രാഫ് ആവാൻ പാടില്ല. ആ പാരഗ്രാഫിൻ്റെ കോർ അതിനെ കൺസൈസ് ചെയ്ത് വളരെ സിംപ്ലിഫൈഡ് വേർഷൻ ആയിട്ടുള്ള 1 or 2 സെന്റൻസ് ആയിരിക്കണം ഓരോ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ക്ലിയർ ആൻഡ് പ്രിസൈസ് സ്റ്റെപ്സ്. ഏറ്റവും സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് വേണം നമ്മൾ അൽഗോരിതം എഴുതാനായിട്ട്. ടേക്സ് 1 or more ഇൻപുട്സ്. സോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ അകത്ത് ആ പ്രോബ്ലത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ആ പ്രോബ്ലം വിൽ ബി ഫങ്ഷൻ ഓഫ് സം വേരിയബിൾ. ആ വേരിയബിൾസിനാണ് നമ്മളുടെ ഇൻപുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ആ ഇൻപുട്ട് നമ്മളുടെ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രോബ്ലം അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം. എടുത്തു വെക്കാൻ ഞാൻ പറഞ്ഞു. Then output. Our algorithm or a task should produce at least one output. Okay, so നമ്മളുടെ അൽഗോരിതം അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത് കുറേ വേരിയബിൾസിനെ അക്സെപ്റ്റ് ചെയ്തതിനായും ഈ വേരിയബിൾസിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഷുഡ് കം ഔട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ റിസൾട്ട്. ഷുഡ് കം ഔട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ result. So produces at least one output. Can be more output. So there should be at least one output out of your algorithm. Fitness terminates after a finite number of steps. Okay, so there should be a start point and end points in algorithm. Terminate ചെയ്യുന്നതായിരിക്കണം അൽഗോരിതം. ഇൻഡെഫിനിറ്റ് ആയിട്ട് അൽഗോരിതം വേറൊരു പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യുന്നതാകാൻ പാടില്ല. ഒരു പ്രോബ്ലത്തിൽ നിന്ന് വേറൊരു പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യുന്നതാകാൻ പാടില്ല. ഇഫ് ഇറ്റ് ഈസ് ലീഡിങ് ഇറ്റ് ഷുഡ് കം ഔട്ട് വിത്ത് റിസൾട്ട്സ് ടു ദിസ് അൽഗോരിതം. ആ അൽഗോരിതത്തിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് ഈ അൽഗോരിതത്തിലേക്ക് തിരിച്ചു വന്ന് ഈ അൽഗോരിതത്തിനെ ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളുടെ പ്രോബ്ലംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഈച്ച് സ്റ്റെപ്പ് ഈസ് ബേസിക് ആൻഡ് ഫീസിബിൾ ടു പെർഫോം. ഏറ്റവും സിംപ്ലിഫ്സ്റ്റ് ആയിട്ടുള്ള ഫോമിലായിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാനായിട്ട്, അപ്രോച്ച് ചെയ്യാനായിട്ട്. വെരി സിമ്പിൾ ആയിട്ടുള്ള ആക്ച്വലി വി ക്യാൻ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഈ പ്രോബ്ലം ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റും. ബിക്കോസ് ഓൾറെഡി വി ഡിഡ് ദിസ് സ്യൂഡോകോഡും അൽഗോരിതം നമ്മൾ പ്രോബ്ലം ഓൾറെഡി ചെയ്തതുകൊണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. വി ക്യാൻ സ്കോർ ഫുൾ മാർക്ക് ഫ്രം ദിസ്
ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പഠിക്കാത്തവർക്കും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് പഠിക്കേണ്ടതെന്നല്ല. ബട്ട് കമ്പയർഡ് ടു അതർ മൊഡ്യൂൾസ് ദിസ് മൊഡ്യൂൾ ഈസ് ഈസി. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഡി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്ന ടാസ്ക്, ആ പ്രോബ്ലം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. സോ എന്തായിരിക്കണം അതിന്റെ അൽഗോരിതത്തിന്റെ ഒരു പ്രൊസീജിയർ? സോ ടു ഇവാലുവേറ്റ്, ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ടു ഇവാലുവേറ്റ് ഡി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു സി. So algorithm, it must start with a start begin. We are beginning the process. Okay, then read values a, b and c. നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ഇത്. സോ ഔട്ട്പുട്ട് വേരിയബിൾ ഡി എന്ന് പറയുന്നത് is a function of a, b and c. Okay, so these are dependent variable and here you have independent variable. Okay, so independent variable is function of dependent variable. So our dependent variables will become the input to the problem. So the problem solve ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട മൂന്ന് ഇൻപുട്സ് ആണ് എയും ബിയും സിയും. So our algorithm should read, our problem solving strategy should read the values for a, b and c. Now next stage we need to compute b and c and store the result in some temporary variable if you want. Okay, you perform the multiplications between b and c and store the result in some temporary variable if you want. Add the result, add a to the result. So previous temporary variable നോട് കൂടിയിട്ട് നമ്മുടെ a value add ചെയ്യുക and store the final result in d. Okay, so there will be some placeholders d, a, b and c. Read values of a and b from the keyboard or from any sensor or from any source and keep in the corresponding memory location. So corresponding variables. Perform b and c. Keep it in some temporary variable. Okay, so this is the previous answer. That answer plus a will give the final computation. Final computation result keep in d. Then finally print the result. Okay, just for understanding what is an algorithm, we have these many procedures, these many steps for performing this d equal to a plus b into c. സോ ഈ രീതിയിൽ നമ്മൾ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യുന്നതാണ് നമ്മളുടെ അൽഗോരിതം എന്ന് പറയുന്നത്. സോ ദിസ് ചാപ്റ്റർ ഈസ് നോട്ട് മോർ അബൌട്ട് അൽഗോരിതം, ഇറ്റ് ഈസ് അബൌട്ട് സ്യൂഡോ കോഡ് ആൻഡ് ഫ്ലോ ചാർട്ട്. സെക്കൻഡ് മൊഡ്യൂൾ ഈസ് അബൌട്ട് സ്യൂഡോ കോഡ് ആൻഡ് അൽഗോരിതം. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് സ്യൂഡോ കോഡ്. സോ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് ഈസ് എ ഹൈ ലെവൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ അൽഗോരിതം. അൽഗോരിതത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിക് ലെവലിലേക്ക് വരുമ്പോൾ അതിലെ ഉള്ള ടേംസോട് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സോ സ്യൂഡോ കോഡ് ഈസ് എ ഹൈ ലെവൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ അൽഗോരിതം. എന്തൊക്കെയാണ്? കമ്പൈനിങ് നാച്ചുറൽ ലാംഗ്വേജ്. പ്രീവിയസ് സ്റ്റേജിൽ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. നമ്മൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണം, അതിൻ്റെ ആൻസർ ഒരു സ്റ്റേജിൽ വെക്കണം, അതിനോട് കൂട്ടിയിട്ട് സി ആഡ് ചെയ്യണം, അതിൻ്റെ ആൻസർ ഡിയിൽ വെക്കണം, അതിന് പ്രിന്റ് ചെയ്യണം. അന്ന് മാത്രമേ നമ്മൾ എന്തിൽ പറയുള്ളൂ? അൽഗോരിതത്തിൽ പറയുള്ളൂ. ഓക്കെ, സോ അതുപോലെ കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആയാലും വി വിൽ ജസ്റ്റ് ടെൽ. Okay, find the nth alphabets in the word, check that word is equal, check that alphabet is vowel. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ. എങ്ങനെ വവലാണ് ചെക്ക് ചെയ്യുന്നു അത് നമ്മൾ പറയില്ല ഇതിലെ അൽഗോരിതത്തില്. ബട്ട് ഇൻ സ്യൂഡോ കോഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് ആൻഡ് പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ്. പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിൽസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സർട്ടൺ കീവേഡ്സ്. ഫോർ ലൂപ്പ്, ഫോർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺസ്ട്രക്ട്. പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്റ്റ് ആണ് ഫോർ എന്ന് പറയുന്നത്. വൈൽ ഇസ് എ കൺസ്ട്രക്ട്. ഓക്കെ, ദെൻ ഇഫ് ഇസ് എ കൺസ്ട്രക്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള വേർഡ്സും രണ്ടും കൂടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം ഫ്ലോയുടെ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്? സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. So it is language independent, structured and focuses on the logic of the solution. ഈ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളതാകണം എന്നില്ല. ഓക്കെ, നീഡ് നോട്ട് ബി ഇൻ പൈത്തൺ, നീഡ് നോട്ട് ബി ഇൻ സി ലാംഗ്വേജ്, നീഡ് നോട്ട് ബി ഇൻ കോബോൾ, നീഡ് നോട്ട് ബി ഇൻ എനി അതർ ലാംഗ്വേജ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ജനറലി കൺവേ ദ ഐഡിയ. എന്താണ് ആ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ, എന്താണ് അതിന്റെ മെത്തേഡ്, ആ ഐഡിയ മാത്രം കൺവേ ചെയ്യുന്ന ഓർഡറിലെ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതായിരിക്കും നമ്മളുടെ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് പ്രോഗ്രാം സ്പെസിഫിക്, ലാംഗ്വേജ് സ്പെസിഫിക് അല്ല, ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, എല്ലാ ലാംഗ്വേജും ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും നമുക്ക് ആ സ്യൂഡോ കോഡിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ആഫ്റ്റർ ഡെവലപ്പിംഗ് ദ സ്യൂഡോ കോഡ് ഇറ്റ് ഈസ് ഈസി ടു റൈറ്റ് ദ പ്രോഗ്രാം ഇൻ പൈത്തൺ or in C language or C++ or Visual Studio, COBOL, whatever the language, Android Studio,
എന്ത് ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് വന്നാലും ആ സ്യൂഡോ കോഡിൽ നിന്ന് കറസ്പോണ്ടിങ് ലാംഗ്വേജിലേക്ക് പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് വെരി ഗുഡ് ടു ബിഗിൻ വിത്ത് സ്യൂഡോ കോഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ആക്ച്വൽ കോഡ്. Now, EC2, what are the reasons or advantages of using the pseudocode in programming? എന്താണ് easy? These are the idea or these are some points you need to write as it is in the exam point of view. Easy to understand. എന്താണ് പൈത്തൺ അറിയാത്ത ഒരാൾക്ക് പൈത്തൻ്റെ കോഡ് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ കൺസ്ട്രക്ട്സും മനസ്സിലാകണമെന്നില്ല. But if the program is being written in the pseudo code, it will be easy for everyone to understand. Even somebody who is not familiar in that particular language will be, but he might be interested in some another language. ആ രണ്ടാർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ സ്യൂഡോ കോഡ് എഴുതിയിട്ടുണ്ടാവുക. സ്യൂഡോ കോഡ് ഈസ് റിട്ടൺ ഇൻ എ സ്ട്രക്ചേർഡ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ഫോർമാറ്റ് കമ്പൈനിങ് നാച്ചുറൽ ലാംഗ്വേജ് ആൻഡ് പ്രോഗ്രാമിംഗ് ലൈക്ക് കൺസ്ട്രക്ട്സ്. അതുകൊണ്ട് ഇത് ഐഡിയൽ ഫോർ ബിഗിനർ. ഓക്കെ, ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് സ്യൂഡോ കോഡ് ആയിരിക്കും മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം. This makes it easy for non-programmers, developers അല്ലാത്തവർക്കും അത് മനസ്സിലാകും, or for beginners to understand algorithms and the algorithms flow and logic. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. By removing the complexity of syntax, it allows learners to focus on understanding the problem solving process. എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. Then focus on logic without the syntax. Logical മാത്രമേ ഉള്ളൂ. So for example, for I in range 1,6 ഇങ്ങനെയൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ എഴുതാറുണ്ട്. ഇത് I in range ഇതൊക്കെ പ്രോഗ്രാം അറിയുന്ന ആൾക്കേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ലാംഗ്വേജ് സ്പെസിഫിക് ആണ്. But in the general approach, in the pseudo code, we will write for I equal to 1 to 6. The same statement in the pseudo code will write like this: for I is equal to 1 to 6. So 1, 2 എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതാണ്. I is equal to നാച്ചുറൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതാണ് 1 to 6. വളരെ ഈ ഇൻഫർമേഷൻ രണ്ട് കേസിലും സെയിം തന്നെയാണ്. ഇത് സ്പെസിഫിക് ടു പൈത്തൺ ആണ്. സെയിം ഇൻ സിയിൽ എഴുതുമ്പോൾ for I is equal to 0, I less than 6, I plus plus. We will write like this. So this is C language specific, this is Python specific, and this is in general. Okay, so generalized representation ആയിരിക്കും നമ്മുടെ സ്യൂഡോ കോഡ് റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ സിൻടാക്സ്, പ്രോഗ്രാം ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള സിൻടാക്സ് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. സിൻടാക്സ് തെറ്റിപ്പോയാലും അല്ലെങ്കിൽ ഐഡിയ അതിനകത്ത് കറക്റ്റായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. ഡെവലപ്പേഴ്സ് ക്യാൻ ഫോക്കസ് എൻറ്റയർലി ഓൺ സോൾവിംഗ് ദ പ്രോബ്ലം റാദർ ദാൻ വറിയിങ് അബൌട്ട് ദ ലാംഗ്വേജ് റൂൾസ്. Okay, instead of writing the language specific syntax like for I in range 1 to 6, we'll write print I in Python. ഇത് പൈത്തൺ ഉപയോഗിക്കുന്നതാണ്. ഈ സെയിം കാര്യം നമുക്ക് സ്യൂഡോ കോഡിൽ for I is equal to 1 to 5 print I. ഇതിൽ നിന്ന് തന്നെ വളരെ ആ ഐഡിയ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. Then third point, advantage of using pseudo code: standardized and consistent. എന്താണ് pseudo code uses a set of universally understood constructs, example if, while, for, that are easy to interpret. ഓക്കെ, വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ട്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സ്യൂഡോ കോഡ് എഴുതുക. ദി സ്റ്റാൻഡർഡൈസേഷൻ എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ഇൻ ഹൗ അൽഗോരിതംസ് ആർ റെപ്രസെൻറ്റഡ്. നമ്മുടെ ലോജിക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. വേറൊരു നമ്മുടെ ബോസിനോട് പറഞ്ഞു കൊടുക്കണം എന്താണ് നമ്മുടെ ലോജിക്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ ഹയർ അതോറിറ്റിക്ക് കൺവേ ചെയ്യാൻ നമുക്ക് ഇത് സ്യൂഡോ കോഡ് എളുപ്പമായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് ലാംഗ്വേജ്. ഡെവലപ്പേഴ്സ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ടീംസ് ക്യാൻ ഈസിലി റീഡ് ആൻഡ് ഡിസ്കസ് സൊല്യൂഷൻസ് വിത്തൗട്ട് ആംബിഗിറ്റി. ഓക്കെ, സോ അത് ഒരു ടീം വർക്കിലൊക്കെ വരുന്ന കേസിൽ ടീം വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് കൺവേ ചെയ്യുന്നത് ഇതുപോലെ സ്യൂഡോ കോഡ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് സ്പെസിഫിക് ലാംഗ്വേജ്. സോ ഒരു സ്യൂഡോ കോഡിലെ ഒരൊറ്റ ലൈൻ, ദാറ്റ് ലൈൻസ് വിൽ ടേക്ക് എ നമ്പർ ഓഫ് കോഡ്സ് ഇൻ ഒറിജിനൽ പ്രോഗ്രാം. That is the beauty of pseudo code. Pseudo code നമ്മൾ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, for I in range do this അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്ന അങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. That is in the program. ഇതാണ് ചെയ്യേണ്ട വർക്ക് എന്ന് മാത്രമേ നമ്മളവിടെ കൺവേ ചെയ്യുള്ളൂ pseudo code. Do like this, like this, like this for performing this result. So it's a
Then helps identify logic flow before implementation. നാലാമത്തെ പോയിന്റ് ആണ് സ്യൂഡോ കോഡ് ഉപയോഗിക്കുന്നതിന് പകരം സ്യൂഡോ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോജിക്, നമ്മളുടെ വർക്ക്, നമ്മളുടെ ഐഡിയ ഇതിങ്ങനെ പോയാൽ റിസൾട്ട് കിട്ടുമോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ സ്യൂഡോ കോഡ് റെപ്രസെന്റേഷൻ വെച്ച് വളരെ ഈസി ആയിട്ട് പറ്റും. ലോജിക്കൽ എറേഴ്സ് സച്ച് ആസ് മിസ്സിംഗ് കണ്ടീഷൻസ്, ഇൻഫിനിറ്റ് ലൂപ്സ്, ഇൻകറക്റ്റ് സ്റ്റെപ്സ് എക്സെട്ര ആർ ഈസി ടു ഐഡന്റിഫൈ. ഡീബഗിങ് വളരെ എളുപ്പമായിരിക്കും സ്യൂഡോ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ദെൻ മെയിൻ കൺസ്ട്രക്ട് ഓഫ് ഇതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. കൺസ്ട്രക്ട്സ് ഓഫ് സീറോ കോഡ്. സീറോ കോഡ് നമ്മൾ സീറോ കോഡ് എഴുതാൻ വേണ്ടിയിട്ട് തോന്നുന്നത് പോലെ എഴുതാൻ പാടില്ല. ആദ്യം പറഞ്ഞു വളരെ പ്രിസൈസ് ആയിരിക്കണം, സിമ്പിൾ സ്റ്റെപ്സ് ആയിരിക്കണം നമ്മൾ സീറോ കോഡിൽ കൊടുക്കേണ്ടത്. ഷുഡ് നോട്ട് ബി എ പാരഗ്രാഫ്. ഓക്കെ, ഡീറ്റെയിലിംഗ് വാട്ട് ആർ ദ ആക്ഷൻസ്, അങ്ങനെ ആകാൻ പാടില്ല സ്യൂഡോ കോഡ്. സോ കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കൺസ്ട്രക്ട്സിൽ വരുന്നതാണ് സീക്വൻസിങ്. സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലൈൻ ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ഫസ്റ്റ് പാർട്ട് ഓർ ഫസ്റ്റ് ആക്ഷൻ ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ഇൻ ദ പ്രോഗ്രാം ഫസ്റ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും രണ്ടാമത് എഴുതിയിരിക്കുന്ന ടാസ്ക്, അതിനുശേഷമായിരിക്കണം മൂന്നാമത്തെ ടാസ്ക്. സോ നമ്മളുടെ ലോജിക്ക് അനുസരിച്ച് ഈ ടാസ്ക് ഏത് ഓർഡറിലാണ് നമ്മൾ അറിയണം. ആ ഓർഡറിൽ വേണം ഈ ടാസ്കിനെ ലിസ്റ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? സോ നമ്പർ റീഡ് ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിപ്ലൈ ദ നമ്പർ അങ്ങനെ പറയാൻ പാടില്ല. ഷുഡ് ഫസ്റ്റ് റീഡ് ദ നമ്പർ ദെൻ മൾട്ടിപ്ലൈ ദ നമ്പർ. ഓക്കെ, സോ അതാണ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. സോ നമ്മളുടെ പ്രോഗ്രാം, നമ്മളുടെ വർക്ക് ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം, അത് ആദ്യം കാണിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ, ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം നമ്മളുടെ സ്യൂഡോ കോഡിനെ. അതിനാണ് എന്ന് പറയുന്നത് സീക്വൻസിങ്. ആക്ഷൻ ഷുഡ് ബി ഫ്ലോയിങ് ഇൻ സീക്വൻസ് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം, from the top to the bottom, then to the middle, അങ്ങനെ ആകാൻ പാടില്ല. But in the program it will run here and there depending upon function call. നമ്മൾ ഫംഗ്ഷൻ കോൾ ഉപയോഗിക്കുമ്പോൾ അത് ടോപ്പിൽ നിന്ന് താഴെ വരും, താഴെ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് ഇൻ ദ സ്യൂഡോ കോഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് കൺസ്ട്രക്ട്. എന്താണ് സീക്വൻസിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് കൺസ്ട്രക്ട് ദാറ്റ് എൻഷുവേഴ്സ് എ സ്ട്രേറ്റ് ഫോർവേഡ് ഫ്ലോ ഓഫ് കൺട്രോൾ. എങ്ങനെയാണ് നമ്മളുടെ പ്രോബ്ലം മൂവ് ചെയ്യേണ്ടത്, പ്രോബ്ലം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഇസ് എക്സിക്യൂട്ട് എക്സാക്ട്ലി വൺസ് അൺലെസ് മോഡിഫൈഡ് ബൈ അതർ കൺസ്ട്രക്ട്സ് ലൈക്ക് ലൂപ്സ് ഓർ കണ്ടീഷൻസ്. ഓരോ ലൈനും അത് കംപ്ലീറ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് പോകും. ഇത് അവിടെ തന്നെ എൻ്റെ റിസൾട്ട് കിട്ടും. ഇനി ഇതിന്റെ റിസൾട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചോ വൈൽ ലൂപ്പ് ഉപയോഗിച്ചോ ഈ കേസിനെ വേറൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് സീക്വൻസിങ് മാറ്റാൻ പറ്റുകയുള്ളൂ.
Okay, you open your Google Classroom. Okay, so you mute your mic. Mute it. No, no. Okay, okay. Sorry. Okay, so we were discussing about sequencing. So pseudo code എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് സീക്വൻസിങ് ആയിരിക്കണം. സീക്വൻസിങ് ആണ് ഫസ്റ്റ് കൺസ്ട്രക്ട് എന്ന് പറയുന്ന സ്യൂഡോ കോഡിൽ ആദ്യം എഴുതുന്ന കോഡ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ആദ്യത്തെ റിസൾട്ട് ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്യൂഡോ കോഡ് അറേഞ്ച് ചെയ്യാനായിട്ട്. Okay, so for example, to calculate our task is to calculate the area of a rectangle. Okay, so algorithm or pseudocode എന്ന് പറയുന്നത് start, read length and width, then area is equal to length into width, then print area, then stop. ഈ കറക്റ്റ് ഈ ഓർഡറിൽ വേണം നമ്മളുടെ പ്രോഗ്രാം ഫ്ലോ പോകാനായിട്ട്. Okay, so this is what every step is performed sequentially. ഓരോന്നും അതിൻ്റെതായ ഓർഡറിൽ വേണം അത് എക്സിക്യൂട്ട് ചെയ്ത് പോകാനായിട്ട്. ദെൻ അടുത്ത പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സ്യൂഡോ കോഡ് കൺസ്ട്രക്ട് എന്ന് പറയുന്നത് ഡിസിഷൻ ഓർ സെലക്ഷൻ. ഡിസിഷൻ ഓർ സെലക്ഷൻ. കണ്ടീഷണൽ ലോജിക് ഈ യൂസിങ് if else and case structures. അങ്ങനെ അതാണ് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ വി ഹാവ് യൂസ്ഡ് ദിസ് ഇൻ പ്രോഗ്രാം. ഓൾറെഡി നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. സോ ഫോർ മേക്കിംഗ് ദ ഫ്ലോ ഓഫ് പ്രോഗ്രാമിംഗ് ഡിപ്പെൻഡിങ് അപ്പോൺ എ ഡിസിഷൻ. ഈ ഡിസിഷൻ ഉണ്ട് യെസ് ഓർ നോ. ഓക്കെ, ഇഫ് യെസ് ഡു ദിസ് ആക്ഷൻ, ഇഫ് നോ ഡു ദിസ് ആക്ഷൻ. സോ രണ്ട് തരമുണ്ട്. Depending upon a condition we have to take a decision. From the decision results, ഡിസിഷനിൽ നിന്ന് നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കിട്ടും. രണ്ട് ഓപ്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് യെസ് ആണെങ്കിൽ ഡു വൺ വർക്ക്, നോ ആണെങ്കിൽ ഡു അനദർ വർക്ക്. സോ ഇതും നമ്മളുടെ സ്യൂഡോ കോഡിന്റെ കൺസ്ട്രക്റ്റിൽ വരുന്നതാണ്. എന്താണ്
decision making or selection. Selection introduces decision making in pseudocode, allowing different actions based on specific conditions. ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ആക്ഷൻസ് നമ്മുടെ സ്യൂഡോ കോഡിൽ കാണിക്കാൻ പറ്റും. അലോസ് ബ്രാഞ്ചിങ്, ഒരു ഫ്ലോ ഓഫ് സീക്വൻസ് ഒരു ഡയറക്ഷനിൽ നിന്ന് വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസിഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇംപ്രൂവ്സ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് അൽഗോരിതം. സോ അത് പോയിന്റ് ആയിട്ട് അങ്ങനെ പഠിച്ചാൽ മതി. Then types of if selection constructs എന്തൊക്കെയാണുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. if else, if condition do this, else do this. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, യെസ് ആണെങ്കിൽ ഈ വർക്ക്, നോ ആണെങ്കിൽ ഈ വർക്ക്. ഓക്കെ, then if else if അറിയാവുന്നതാണ്. if one condition do this work, else if another condition do this, else if another condition do this, else finally do this. So നമുക്ക് 4-5 ഓപ്ഷൻസ് ഉണ്ട്. 5 ഓപ്ഷൻസ് ആണ് നമുക്ക്. ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ അനുസരിച്ച് 5 ഡിസിഷൻസ് ആണ് നമുക്ക് എടുക്കേണ്ടി വരിക. 5 സിറ്റുവേഷൻസ് വരും. അങ്ങനെയുള്ള കേസിൽ നമുക്ക്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കേസിൽ ഉപയോഗിക്കാം. കേസ് സ്ട്രക്ചർ നമ്മളത് പൈത്തണിൽ ഇല്ലാത്തതാണ് കേസ് എന്ന് പറയുന്നത്. കേസ് സ്ട്രക്ചർ, ബട്ട് ദിസ് മൊഡ്യൂൾ ഈസ് നോട്ട് അബൌട്ട് പൈത്തൺ, ഇറ്റ് ഈസ് ജനറൽ അപ്രോച്ച്. സോ പോപ്പുലർ ലാംഗ്വേജസിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് സ്വിച്ച് ആൻഡ് കേസസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ്. സോ ഇഫ് എൽസ്, if ആൻഡ് കേസ് സ്ട്രക്ചേഴ്സ് ആർ ഡിഫറെന്റ് കൺസ്ട്രക്ട്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒന്നാമത്തത് ഇഫ് സ്ട്രക്ചർ അറിയാവുന്നതാണ്. ഇഫ് കണ്ടീഷൻ, ഇഫ് എ ലെസ് ദാൻ 0, പ്രിന്റ് നെഗറ്റീവ് നമ്പർ, എൽസ് പ്രിന്റ് പോസിറ്റീവ് നമ്പർ. രണ്ടെണ്ണേ ഉള്ളൂ, ഒന്നെങ്കിൽ പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഈ ഇഫ് സ്ട്രക്ചർ യൂസ് ചെയ്യാൻ പറ്റും. സോ ദർ ആർ 3 വേരിയേഷൻസ് ഓഫ് ദ ഇഫ് സ്ട്രക്ചർ. അതിൽ ഒന്നാമതാണ് സിമ്പിൾ ഇഫ് സ്ട്രക്ചർ, ഇഫ് കണ്ടീഷൻ ട്രൂ ഇൻസ്ട്രക്ഷൻസ്. സോ ഒറ്റ മാത്രമേ ഉള്ളൂ. ഇഫ് നെഗറ്റീവിനെ മാത്രമാണെങ്കിൽ, നെഗറ്റീവ് നമ്പേഴ്സിനെ മാത്രമാണ് ഇത് നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റേണ്ടതുള്ളൂ. പോസിറ്റീവിനെ പോസിറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സിറ്റുവേഷൻ. സോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഇഫ് മാത്രം ഉപയോഗിച്ചിരിക്കുന്നു, ദർ ഇസ് നോ എൽസ്. സോ ഇഫിന്റെ തന്നെ ഒന്നാമത്തെ വേരിയന്റ് ആണ് ഇഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി ഇഫ്. സോ ട്രൂ ആണെങ്കിൽ, ഇഫ് ദാറ്റ് കണ്ടീഷൻ ഈസ് ട്രൂ, ഇഫ് എ ലെസ് ദാൻ നെഗറ്റീവ് മീൻസ് എ നെഗറ്റീവ് ആണെങ്കിൽ, ഡു ദാറ്റ് ഇറ്റ് ട്രൂ ഇൻസ്ട്രക്ഷൻസ്. ആ നെഗറ്റീവ് ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെ വർക്ക് ചെയ്യണോ ആ വർക്കിനെല്ലാം അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ അടുത്ത ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്ന ഇഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഫ് ആൻഡ് എൽസ്. ഇഫ് ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ട്രൂ റിലേറ്റഡ് വർക്ക്, കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ഫോൾസ് റിലേറ്റഡ് വർക്ക്. ഇഫ് സ്ട്രക്ചറിൽ ട്രൂ ആണെങ്കിൽ ട്രൂ റിലേറ്റഡ് വർക്ക് മാത്രമേ ഉള്ളൂ. ഫോൾസിന്റെ റിലേറ്റഡ് വർക്ക് നമുക്ക് ചെയ്യേണ്ടതില്ല. അവിടെ നമുക്ക് ഇഫ് മാത്രം ഉപയോഗിച്ചാൽ മതി. ദെൻ ട്രൂ ആണെങ്കിൽ ഒരു വർക്ക് ചെയ്യുക, എൽസ് ഫോൾസ് ആണെങ്കിൽ വേറൊരു വർക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഇഫ് എൽസ് ഉപയോഗിക്കും. ദെൻ ഇഫ് എൽസ് ഇഫ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ആ കണ്ടീഷൻ അല്ല എങ്കിൽ we have few more another conditions, else, if, else, if. Okay, so we have if condition. If that condition is not satisfying, it's violating, it's against, then we will check another condition. If that condition is satisfying, we will do state block number 2. If that condition is also not satisfying, we will check the third condition. If the third condition satisfies, we will do the third block of code, or we will do fourth block of code. So likewise, there is no rule like do this if else this many steps. There is no limit. You can apply if else n number of time. If else if എന്ന് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിന് ഒരു ലിമിറ്റും ഇല്ല ഏത് ലാംഗ്വേജിലും. Okay, so you can do as many times according to your logic. നമ്മളുടെ ലോജിക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അതിനെ നെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബട്ട് വൺസ് ദ കണ്ടീഷൻ ഈസ് എക്സിക്യൂട്ടഡ്, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, then that programming sequences will not execute the conditions follows that statement. അതായത് നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇഫ് കണ്ടീഷൻ നോ ഇറ്റ് ഈസ് റോങ്, എൽസ് ഇഫ് ദിസ് കണ്ടീഷൻ, നമ്മൾ പിന്നെയും പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് എൽസ് ഇഫ് എന്ന് കുറെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കണ്ടീഷൻ ട്രൂ ആയി, അത് സാറ്റിസ്ഫൈ ചെയ്തു, അതിന്റെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പ്രോഗ്രാം ചെക്ക് ചെയ്യില്ല. ഇറ്റ് വിൽ ഗോ ഔട്ട് ഓഫ് ദ ലാസ്റ്റ് എൽസ്, ഏറ്റവും അവസാനം വന്ന എൽസിന്റെ പുറത്ത് കടന്നിട്ട് അവിടെ നിന്നുള്ള കൺട്രോൾ പ്രോഗ്രാം ആയിരിക്കും പിന്നെ മൈക്രോ പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യുക.
Okay, so that is the three structures of if statements. If constructing the different forms ആണ് if മാത്രം, if else മാത്രം, if else, if else, if else. There is no limit to the number of else if statements. You can use as many as you want. നമ്മളുടെ ആവശ്യം അനുസരിച്ചാണ്. But at the last, it is a good practice to keep an else statement. Else ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാ കണ്ടീഷനും ചെക്ക് ചെയ്തിട്ട് അത് ചെയ്തോളും. എൽസ് ഇല്ല എന്ന് എററായിട്ട് അത് കാണിക്കാൻ സാധ്യതയൊന്നുമില്ല. ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ട് സീലൊന്നും അങ്ങനെ കാണിക്കില്ല, പൈത്തൊന്നും കാണിക്കില്ല. എൽസ് ഉണ്ടെങ്കിൽ അതൊരു ഗുഡ് അപ്രോച്ചാണ് എൽസ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇല്ല എങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് നോ ആക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കണ്ടിന്യൂ എന്നത് കൊടുക്കാം. പിന്നെ പക്ഷെ എൽസ് അല്ലെങ്കിൽ സ്കിപ്പ് എങ്ങനെയുള്ള കൊണ്ട് കൊടുക്കാം. സോ എൽസ് പാർട്ട് ഈസ് എക്സിക്യൂട്ടഡ്. Example, to check a number is positive, negative or zero. To check a number is positive, negative or zero. എങ്ങനെയാണ് ഇത് സീറോ കൊണ്ട് എഴുതാന്നുള്ളത്? ഓക്കെ, സ്റ്റാർട്ട്, read the number, if number greater than 0 print positive, else if number less than 0 print negative, else print 0. So നമുക്ക് രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഗ്രേറ്ററുമല്ല ലെസ്സുമല്ല സീറോ. സോ പിന്നെ ഒരു ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ എൽസ് വന്നത്. എൽസ് ഇഫ് നമ്പർ ഈക്വൽ ടു 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ലെസ് ഗ്രേറ്റർ ദാൻ 0 അല്ല, ലെസ് ദാൻ 0 അല്ല എങ്കിൽ നമ്പർ ഈസ് 0 ആണ്. സോ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന കണ്ടീഷനാണ് നമ്മൾ അവിടെ കൊടുക്കുക, എൽസിൽ കൊടുക്കുക. Okay, so this is the way how the control of transfer will flow in if statement. Then മൂന്നാമത്തെ കൺസ്ട്രക്റ്റ് ആണ് കേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഇൻ പൈത്തൺ. പൈത്തണിൽ ഇങ്ങനെ ഒരു കേസ് സ്ട്രക്ചർ ആ ഒരു അപ്രോച്ച് ഇല്ല. If you want to do this, you have to do some another logic ഉപയോഗിച്ച് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. But in C language and all, you can have an option to do this implement. There we will say switch. You can use switch. For example, you are developing a software to perform the multiplication table. Okay, so in that you will say my software is able to print the multiplication table of any number up to 10. Okay, so it will accept the numbers from the user. For example, if I input 5, it will print 1 into 5 equal to 5, 2 into 5 is equal to 10, 3 into 5 is equal to 50, and likewise up to 10 into 5 is equal to 100. Next time if I run the problem and again I will give the number, and again I will give the number, say 254, 251, then it will perform 1 into 251 is equal to the result, 2 into 251 is equal to the result. Likewise, suppose this is your task. Then you can use this switch in this case, just for understanding. What we will do, if number equal to, switch number കൊടുക്കും, switch number, case 1 ആണെങ്കിൽ 1 in the table, then case 2 in the table, case 3 in the table, case 4. So എന്താണ് നമ്മൾ ചെയ്തത്? സെയിം കാര്യം നമുക്ക് if else ചെയ്യാൻ പറ്റും. If number equal to 1, do the work related to 1. Else if number is equal to 2, do the work related to work 2. Okay, else if number is equal to 3, do the work related to number 3. So same thing without a if else condition you can do. So you have a work like this: if n equal to 1, do the work for n equal to 1. Else if number equal to 2, do the work for 2. Else if number equal to 3, do the work for number 3. Else if number is equal to 4, do the work. That means the number can take any number, any value in the range of say 1 to 100. Okay, so it is not good practice to write this else if statement up to this 100 times. So what we will do the simple statement switch n ആണെങ്കിൽ take a decision, n ന്റെ വാല്യൂ അനുസരിച്ച് take a decision, and inside the body case 1 ആണെങ്കിൽ അതിന്റെ വർക്ക്, then we will write case 2. Okay, so n ന്റെ വാല്യൂ, then case 2, then case 3 യുടെ വർക്ക്, then case 4 ന്റെ വർക്ക്, case 5 ന്റെ വർക്ക്, ലാസ്റ്റ് ഒന്നുമല്ല ഇതല്ലാത്ത വാല്യൂ ആണെങ്കിൽ അവിടെ നമ്മളൊരു ഡീഫോൾട്ട്, നമ്മളുടെ 1 to 100 അല്ല നമ്പർ വന്നിരിക്കുന്നത്, ഡീഫോൾട്ട് അതിന്റെ വർക്ക്.
ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് പ്രോഗ്രാമിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പൈത്തണിലില്ല, ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ സി ലാംഗ്വേജ്, സി പ്ലസ് പ്ലസ്, വിഷ്വൽ സ്റ്റുഡിയോ, എല്ലാത്തിലും ഉണ്ട്. ഈ രീതിയിൽ പ്രോഗ്രാമിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ കേസ് സ്ട്രക്ചറിൽ കേസ് ഓഫ് എക്സ്പ്രഷൻ, കേസ് ഓഫ് ഇത് ജനറൽ ആണ്. കേസ് ഓഫ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന വിളിക്കുന്ന പേര് സിയിൽ സ്വിച്ച് എന്നാണ്. സിയിലുള്ള മിക്ക ലാംഗ്വേജുകളും അത് സ്വിച്ച് എന്നായിരിക്കും പറയാം. സോ സ്വിച്ച് എക്സ്പ്രഷൻ മീൻസ് നമ്പർ, switch that number. Case 1, ആ എക്സ്പ്രഷന്റെ വാല്യൂ 1 ആണെങ്കിൽ, if number is equal to 1, do the work. Okay, so in most of the languages ഈ ബ്ലോക്ക് വന്നതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ആയിരിക്കും. അത് കമ്പൽസറി ആണ്. മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ് ഇറ്റ് ഷുഡ് ബി ലാസ്റ്റ് ബ്രേക്ക്, അവിടെ നിർത്തണം. അതായത് 2 ആണെന്ന് പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1ന്റെ വർക്കാണ്, എന്നിന് ഒരു വാല്യൂ വരുള്ളൂ. സോ ആ വാല്യൂ വന്നു, അതിന്റെ വർക്ക് ചെയ്തു, നമ്മൾ ആ സ്വിച്ചിനെ അവിടെ ബ്രേക്ക് ചെയ്യണം. സോ ദ പ്രോഗ്രാമിംഗ് പാർട്ട് ഷുഡ് ഇൻകോർപ്പറേറ്റ് വിത്ത് എ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് അറ്റ് എൻഡ് ഓഫ് എവറി ബ്ലോക്ക് ഓഫ് യുവർ കേസ് സ്ട്രക്ചർ. ഓക്കെ, സോ അത് കമ്പൽസറി ആയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്തേ പറ്റും. ഈ രീതിയിൽ പ്രോഗ്രാമിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. So എങ്ങനെയാണ് കേസ് സ്ട്രക്ചറിന്റെ വർക്ക് ഫ്ലോ? ഫസ്റ്റ് ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻസ് യു ക്യാൻ ഓൾസോ ഹാവ് എ സിംഗിൾ വേരിയബിൾ ഇൻ ദ പ്ലേസ് ഓഫ് എക്സ്പ്രഷൻ. ഇഫ് സ്വിച്ച് എൻ എന്ന് പറയുന്നത് പോലെ ഈസ് കമ്പയർഡ് വിത്ത് വാല്യൂ 1. കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷന്റെ വാല്യൂ 1 ആണെങ്കിൽ ബ്ലോക്ക് 1 റിസൾട്ട് ചെയ്യും. വാല്യൂ 2 ആണെങ്കിൽ ബ്ലോക്ക് 2 ചെയ്യും, എക്സെട്ര എക്സെട്ര. ഒരു വാല്യൂവും അല്ല, വാല്യൂ n വരെ കൊടുത്തിട്ടുണ്ട്, ആ വാല്യൂ ഒന്നും അല്ലാത്ത വേറൊരു വാല്യൂ ആണ് വന്നിരിക്കുന്നെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാണ് ഡീഫോൾട്ട് എന്ന് പറയുന്നത്. Okay, so we how to use different cases, n plus 1 cases, 1 to n cases depending upon the range of values for n and 1 for default. Okay, so ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. The break statement is omitted from the block of the machine case, then the execution continues into subsequent blocks even if there is no match in the subsequent block. സോ 1 ഈക്വൽ ടു ആണ് n വാല്യൂ വന്നിരിക്കുന്നത്, അതിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, 2വിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ബ്രേക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ പ്രോഗ്രാം അത് 2വിന്റെ കേസ് കൂടി എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത റിസൾട്ട് ആയിരിക്കും ആ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടുക. സോ പൈത്തണിൽ അതില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് സിൻടാക്സ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജനറൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ദിസ് ഇസ് ദ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ ആണ്. സീഡോ കോഡ് പ്രിന്റ് ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിന്റെ വാല്യൂ അനുസരിച്ച് ഡയറക്ഷൻ നമുക്ക് പ്രിന്റ് ചെയ്യണം. സോ ഡയറക്ഷൻ ടേക്ക് ദ വാല്യൂസ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഓക്കെ, സോ ഡയറക്ഷൻ വേരിയബിൾ n ആണെങ്കിൽ വി വിൽ പ്രിന്റ് നോർത്ത്, ദെൻ ബ്രേക്ക്. പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നോർത്ത് വന്നു, പിന്നെ ഡയറക്ഷൻ സൗത്ത് ആണോ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി നോർത്ത്, നമുക്ക് പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ഡയറക്ഷൻ ഈസ് w ആണെങ്കിൽ ഇതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചെക്ക് ചെയ്യാതെ നേരിട്ട് ഇവിടേക്ക് വരും. ഇഫൽസ് ആണെങ്കിലോ സെയിം കാര്യം, ഇഫൽസിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നെങ്കിലോ ആദ്യം അത് നോർത്ത് ആണോ എന്ന് നോക്കും, പിന്നെ അത് സൗത്ത് ആണോ എന്ന് നോക്കും, പിന്നെ അത് ഈസ്റ്റ് ആണോ എന്ന് നോക്കും, ലാസ്റ്റ് വന്നിട്ടാണ് വെസ്റ്റ് ആണോ എന്ന് നോക്കുള്ളൂ. സോ ഇതിന്റെ ഡിഫറൻസ് ചോദിക്കും. പ്രോഗ്രാം സീക്വൻസ്, ആ ഫ്ലോയിലെ ഡിഫറൻസ് ഏതാണ് നല്ല അപ്രോച്ച്? കേസ് സ്ട്രക്ചർ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ w ആണെങ്കിൽ ഇതൊന്നും ചെക്ക് ചെയ്യാതെ നേരെ w വന്നിട്ട് ഈ ടാസ്ക് അങ്ങ് ചെയ്യും. അപ്പോൾ ആ ചെക്കിങ്ങിന്റെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇഫ് എൽസ് യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആദ്യം ഡയറക്ഷന്റെ വാല്യൂ n ആണോ എന്ന് നോക്കും, അല്ല. s ആണോ എന്ന് നോക്കും, അല്ല. e ആണോ എന്ന് നോക്കും, അല്ല. w ആണ്. സോ ഈ ചെക്കിംഗ് ക്യാൻ ബി പ്രിവെന്റഡ് ഇൻ കേസ് സ്ട്രക്ചർ. സോ ഇറ്റ് ഈസ് എ അഡ്വാൻറ്റേജ്. സോ നമുക്ക് കുറേ വാല്യൂസ്, എന്നിന്റെ കുറേ വാല്യൂസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കേസിലേക്കാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? കേസ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. 2 or 3 വാല്യൂസ് വരുന്നതെങ്കിൽ അവിടെ ഇഫ് ആയിരിക്കും നല്ലത്. Okay, there is no rule always use if else or always use this switch case. അത് പ്രോഗ്രാമറുടെ ഇഷ്ടമാണ്, ഡെവലപ്പേഴ്സിന്റെ ഇഷ്ടമാണ്, അവരുടെ അപ്രോച്ച് അനുസരിച്ച് അവരുടെ സിറ്റുവേഷൻസ് മാറി വരും. Okay, so look at that break statement after every cases. Break, then here also break, here also break, here also break, default print, then here also break is needed, break, then end case. Okay, so this is the way constructs called this way of construction called case construct. Then pseudo content constructil വരുന്ന മൂന്നാമത്തെ ബ്ലോക്ക് ആണ് നമ്മളുടെ റിപ്പിറ്റിഷൻ. ഓക്കെ, സോ ഒന്നാമത്തെ കൺസ്ട്രക്ട് എന്തായിരുന്നു? സീക്വൻസിങ്. രണ്ടാമത്തത് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ 3 എണ്ണം.
ഓക്കെ, ഇഫില് ഒരു മൂന്നെണ്ണം പഠിച്ചു, ദെൻ സ്വിച്ച് കേസ് ഓരോന്നോരോന്ന് പഠിച്ചു. ഓക്കെ, സോ ദിസ് ഫുൾ മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ റിപ്പിറ്റീഷൻ. ഒരു കോഡ് ബ്ലോക്കിനെ നമ്മൾ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? Okay, so repetition means we need to do a piece of block or a block of code number of times. We need to repeat a block of code in number of times. കുറേ പ്രാവശ്യം നമുക്ക് ഈ കോഡിനെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റെപ്പിറ്റേഷൻ ബ്ലോക്ക് എന്ന് വിളിക്കുക. ഓക്കെ, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഒരു സ്റ്റാർ പാറ്റേൺ പ്രിന്റ് ചെയ്തപ്പോൾ ഫോർ ലൂപ്പിൽ ഇട്ട് കൊടുത്തു. ആദ്യത്തെ റോ പ്രിന്റ് ചെയ്തു, രണ്ടാമത്തെ റോ പ്രിന്റ്, മൂന്നാമത്തെ റോ പ്രിന്റ്. അപ്പോൾ ആ പ്രിന്റിംഗ് എന്ന് പറയുന്ന ആ ടാസ്ക് അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക 5 ടൈംസ് അല്ലെങ്കിൽ 6 ടൈംസ് അല്ലെങ്കിൽ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോ യു ക്യാൻ ഇംപ്ലിമെന്റ് റിപ്പീറ്റേഷൻ യൂസിങ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ആൻഡ് റിപ്പീറ്റ് അണ്ടിൽ ലൂപ്സ്. ഓക്കെ, സോ റിപ്പീറ്റ് അണ്ടിൽ ലൂപ്സ് എന്ന് പറയുന്നത് നോട്ട് യൂഷ്വൽ ഓർ കോമൺ ഇൻ പൈത്തൺ, ബട്ട് വൈൽ ആൻഡ് ഫോർ ലൂപ്പ് are common in Python language. So for loop based repetition block can be. So repetition is used to perform a block of instructions multiple times, either a fixed number of times or until a specific condition is met. ഒന്നുകിൽ നമുക്ക് 10 പ്രാവശ്യം ചെയ്യാം. So we will write for I in range 1 to 10, okay, or 0 to 10, or I in range 10 എന്ന് കൊടുത്താൽ ആ ഫോർ ലൂപ്പിൽ വരുന്ന കാര്യം 10 പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതർവൈസ് until the number is divisible by 13 എന്നാണ്. 13 ഒരു ഏതോ ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 13 നമ്പർ ആകുമ്പോൾ ഡിവൈഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ആ ഡിവിഷൻ, ആ കണ്ടീഷൻ വരിക 13 കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. സോ ആ കണ്ടീഷൻ വന്നാൽ സ്റ്റോപ്പ് ചെയ്യുക. അത്ര പ്രാവശ്യം. അവിടെ നമ്പർ ഓഫ് ടൈംസ് എന്നുള്ള സ്പെസിഫിക് അല്ല, ഡിപ്പെൻസ് അപ്പോൺ. ഓക്കെ, സോ കണ്ടീഷൻ വെച്ച് നമുക്ക് റിപ്പീറ്റേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഫോർ ലൂപ്പ് ഉപയോഗിച്ചായാലും വൈൽ ലൂപ്പ് ഉപയോഗിച്ചായാലും നമുക്ക് ആ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഫോർ ലൂപ്പിന്റെ അതേ ടാസ്ക് നമുക്ക് വൈൽ ലൂപ്പ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, വൈൽ ലൂപ്പിന്റെ അതേ ടാസ്ക് ഫോർ ലൂപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ചില കേസിൽ ഫോർ ലൂപ്പ് ആയിരിക്കും എളുപ്പം, ചില കേസിൽ വൈൽ ലൂപ്പ് ആയിരിക്കും എളുപ്പം. രണ്ടും സെയിം കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? സോ ജസ്റ്റ് നമുക്കറിയാവുന്നതാണ്. വി വാണ്ട് ടു പ്രിന്റ് എ നമ്പർ ഫ്രം 1 to 10. സോ ദിസ് ഈസ് നോട്ട് ലാംഗ്വേജ് സ്പെസിഫിക്, ദിസ് ഈസ് സ്യൂഡോ കോഡാണ്. ഫോർ I is equal to 1 to 10 വളരെ ക്ലിയർ ആണ്. ഐയുടെ വാല്യൂ 1 മുതൽ 10 വരെ പ്രിന്റ് I. സോ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന റിസൾട്ട് 1 2 3 4 എക്സെട്ര അപ് ടു 10. നമുക്ക് ഈസി ആയിട്ട് ഈ ടാസ്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സ്യൂഡോ കോഡ് ഫോർ ജസ്റ്റ് പ്രിന്റിംഗ്, ഷോയിങ് ഹൗ ടു യൂസ് ഫോർ construct in pseudocode. For construct, it is not satisfying a specific language. If it is C, you need to write the C language, C syntax for the for loop. If it is what you call Python, you need to write Python. If it is MATLAB, you need to make MATLAB syntax for the for statement. So the syntax is not important. The idea is very clear here. Ide value 1 മുതൽ 10 വരെ ide value print ചെയ്യുക, 1 മുതൽ 10 വരെ print ചെയ്യുക. So that is way, this is the way how we can use for construct in pseudocode. Then while construct, while loop, already നമുക്ക് അറിയാവുന്നതാണ് while loop. While loop is generally used to implement a indefinite iteration. Indefinite ആയിട്ട് കുറേ പ്രാവശ്യം പോകുന്നുണ്ട്, നമുക്ക് എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്ന അറിയില്ല. പ്രോഗ്രാമിന്റെ റണ്ണിങ്ങിനനുസരിച്ച് ഏതെങ്കിലും പെർട്ടിക്കുലർ കണ്ടീഷൻ വരും, ആ കണ്ടീഷൻ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? while ഉപയോഗിക്കുന്നത്. സോ while കണ്ടീഷൻ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ while I less than 0 or I greater than 0, while I greater than 0, therefore do the action for every positive. So I the value, as long as I is positive, do this true instruction. I പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന കാലത്തോളം, I പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്തോളം അപ്പോഴേ ഈ വർക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നോ നീഡ് ടു ഡു എനി അതർ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, അങ്ങനെയുള്ള ടാസ്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. സോ വൈൽ കണ്ടീഷൻ, ഇഫ് ദി കണ്ടീഷൻ ഈസ് ട്രൂ, ഡു ദിസ് ട്രൂ റിലേറ്റഡ് കണ്ടീഷൻ, ദെൻ എൻഡ് വൈൽ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. സമയങ്ങളുടെ ആവശ്യമില്ല. ദെൻ see, this is just an example. Summing the numbers until total exceeds 100. നമുക്ക് ഒരു നമ്പേഴ്സിന് സം എടുക്കണം, മീൻസ് വി നീഡ് ടു ആഡ് ദ നമ്പർ അപ് ടു 1 2 3 എക്സെട്ര അപ് ടു n such that the continuous consecutive numbers the sum 100 മോൾ ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. Okay, so write a program to sum the numbers from 1 to n until the sum become
100. ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. See sum, we initialize the sum is equal to 0 while sum less than 100. Okay, so the condition variable we are updating from the body of the while loop. While loop in the body il ninne condition ingane nammal eppozhum update ചെയ്തുകൊണ്ടിരിക്കും. Remember, if this variable is not sum, if it is result is equal to result plus 1, ഇവിടെ റിസൾട്ടും വെച്ചിട്ടുണ്ട്. Result is equal to 0 എന്ന് എഴുതി, result is equal to results plus number end while എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ will this loop terminate? Illa, because in the while conditions we are checking some value less than 100 ആണോ എന്നാണ്. സോ റിസൾട്ട് 100ന്റെ മുകളിൽ പോയാലും റിസൾട്ട് 1000 എത്തി, അപ്പോഴും സം എപ്പോഴാണ് 0യിൽ തന്നെ നിൽക്കുകയാണ്. സമ്മിനെ നമ്മളിവിടെ മാനേജ് ചെയ്യുന്നില്ല. സോ ദിസ് ലൂപ്പ് വിൽ വർക്ക് as long as sum is equal less than 1. Always sum is 0 value in this particular example. So this become an infinite loop. അത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ റിക്കർഷൻ പറഞ്ഞതുപോലെ അതും പ്രോഗ്രാമറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ കണ്ടീഷൻ എന്താണോ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ, ആ കണ്ടീഷൻ മെറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് റിപ്പീറ്റേഷൻ ബ്ലോക്കിൽ വരുന്ന മൂന്നാമത്തെ മെത്തേഡാണ് റിപ്പീറ്റ് അണ്ടിൽ ബ്ലോക്ക്. So there is this is almost like a while loop. Okay, in C language it is called it as do while. In C language it is we call it as do while. So we have while and do while in C. Okay, so repeat until structure is we will do some work, okay, until a condition is satisfied. So here while loop on the question may come, what is the difference between repeat and repeat until? What is the difference between repeat and repeat until block? So while loop it will check the condition first, then perform the work. While loop will perform the condition first, then do the work. While repeat until will do the work first, then check the condition. If the condition is satisfying, it will do again, then check the work condition. Again it will do the work, check the condition, like that. So at the beginning, adu maathram inde vyathyasam. So do while will perform the work at least for once. Okay, while loop will perform if condition is satisfied from the beginning. Adana inde vyathyasam ennu parayunnathu. So here is slide നാം കൊടുത്തിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ വൈൽ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ്. 2 പോയിന്റ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, സോ ഐ ഗോയിങ് ലിറ്റിൽ ഫാസ്റ്റ്. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പ്രാക്ടിക്കൽ എക്സാമ്പിൾ റിപ്പീറ്റ് അണ്ടിൽ ലൂപ്പിന്റെ യൂസ് കേസ്. ഓക്കെ, സപ്പോസ് യു ഹാവ് എ സോഫ്റ്റ്വെയർ ആൻഡ് ദാറ്റ് സോഫ്റ്റ്വെയർ ഈസ് allowing you to log in after your customer enter a valid password. Okay, so you are at the beginning you are forcing your software to into a do while loop. Okay, so it will read password characters from the keyboard. Okay, so it will read first character, my password is starting with yes, so I am typing yes. Okay, it will checking read password. Okay, and until password is correct, yes is equal to password ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. My program will check. Okay, ella it will not perform the action to do to the next stage. Then I will type u, then it will check whether that su is a password. Okay, so SUDHEER, suppose this is my password. Once I press R, it will check and it will open the software for you without actually entering the enter button. Okay, so likewise this is just a simple use case of how to use do while. Okay, so ആ സീക്വൻസ് എത്തുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ എഴുതിയിരിക്കുന്ന കോഡ് അത് കണ്ടിന്യൂസ് ആയിട്ട് കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവിടുത്തെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ആസ്കിംഗ് ഫോർ വാലിഡ് ഇൻപുട്ട് അണ്ടിൽ കറക്റ്റ് പാസ്വേഡ് ഈസ് സെൻഡ്. സോ ഹൗ ടു ഇംപ്ലിമെന്റ് ദിസ്? റിപ്പീറ്റ് ദിസ്, read character again character until all the characters combinations are password. Okay.